അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അദ്ദേഹം ഒരിക്കൽ ആയത്ത് കേൾക്കുകയാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ഇന്നഹു ലന്ന അല്ല യഹൂർ എന്നൊരായത്ത് കേട്ടു. ഇന്നഹു ലന്ന അല്ല യഹൂർ. ഈ ആയത്തിന്റെ അർത്ഥം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഈ ആയത്തിലെ യഹൂർ എന്ന പദം അതെന്താന്ന് മനസ്സിലായില്ല. ഇന്നഹു ലന്ന അല്ല യഹൂർ. സാധാരണ അറബികൾ പ്രത്യേകിച്ച് അവിടുത്തെ ഭാഷയിൽ ഈ ഹാറ യഹൂർ എന്ന പദം അധികം ഉപയോഗിക്കാറില്ല. അറബികൾ അവരുടെ സംസാര ഭാഷയിൽ നിന്നും അധികം ഉപയോഗിക്കാത്തൊരു പദമാണ്, ഇപ്പോഴും ഉപയോഗിക്കാറില്ല. അപ്പൊ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അതെന്താന്ന് മനസ്സിലായില്ല. അദ്ദേഹം പറയാണ് മകുൻ തുഅദിരി മാ യഹൂർ. യഹൂർ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ആ പദം തേടി ഇറങ്ങി. അങ്ങനെ അദ്ദേഹം ആ പദത്തിന്റെ അർത്ഥം തേടി ഇറങ്ങാണ്. രാവിലെ മുതൽ അദ്ദേഹം എങ്ങനെ അന്വേഷിക്കാണ്, പലരോടും ചോദിച്ചു, ആർക്കും അറിയില്ല. ആ പദം സാധാരണ ഉപയോഗിക്കുന്ന പദമല്ല, അതുകൊണ്ട് ആർക്കും അറിയില്ല. അങ്ങനെ അദ്ദേഹം വൈകുന്നേര സമയത്ത് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങാണ്. അർത്ഥം കിട്ടിയില്ല അദ്ദേഹത്തിന്, വീട്ടിലേക്ക് മടങ്ങാണ്. തഫ്സീറിൽ കാണാൻ പറ്റും, ആ സമയത്ത് അദ്ദേഹം ഒരു വൃദ്ധയായ ഒരു പെണ്ണിനെ കണ്ടു, ഒരു വൃദ്ധയായ സ്ത്രീയെ കണ്ടു. അങ്ങനെ ആ വൃദ്ധയായ സ്ത്രീ അവര് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് വെള്ളം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആ വൃദ്ധ പോകുന്ന സമയത്ത് ആ പെണ്ണ് തിരിഞ്ഞു നിന്നു. എന്നിട്ട് അവരവരുടെ പറമ്പിലേക്ക്, സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവരവരുടെ പെൺകുട്ടികളെ വിളിച്ചു. ഹൂരി ഹൂരി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പദത്തിൻ്റെ അർത്ഥം മനസ്സിലായി. അദ്ദേഹം പറയാണ് ഹത്ത സമിഅതു അറാബിയതൻ തദ്ഉ ബുനിയാതൻ. ആ പെണ്ണ് അവരുടെ കുട്ടികളെ വിളിക്കുന്നത് വരെ എനിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. അപ്പം അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം മനസ്സിലായി. എന്താണ് ആ പദത്തിൻ്റെ അർത്ഥം? ഇർജിഇ, മടങ്ങി വരുന്നതാണ്. മടങ്ങി വരാൻ. ആ ഉമ്മയുടെ, ആ സ്ത്രീയുടെ കുട്ടികൾ അവർ പറമ്പിലിങ്ങനെ മൃഗങ്ങൾ നോക്കുക, അങ്ങനെ എന്തോ ഒരു പണിയിലാണ്. അപ്പം അവരെ തിരിച്ചു വിളിക്കാണ്, വൈകുന്നേര സമയമായി, നിങ്ങൾ മടങ്ങി വരൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം എന്താ? ഇന്നഹു ലന്ന അല്ല യഹൂർ. തീർച്ചയായും അവൻ ധരിച്ചു അവൻ മടങ്ങി വരുന്നതേ അല്ല എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ.